ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മത്തങ്ങ കൊണ്ടൊരു സ്പെഷ്യൽ ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ അതിനു വേണ്ടി നമുക്കൊരു മത്തങ്ങ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. മത്തങ്ങ കൊണ്ട് ഞാനൊരു കൂട്ടുകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാമായിരിക്കും കൂട്ടുകറി ചെയ്യാനൊക്കെ. കൂട്ടുകറി എന്ന് വിചാരിച്ചാൽ നമുക്ക് കുറേ സാധനങ്ങൾ ചേർത്ത് കൂട്ടുകറി ഉണ്ടാക്കാം. നമ്മളിപ്പം മത്തങ്ങയും കടലയും കൂടാണ് കൂട്ടുകറി ആക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മത്തങ്ങ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. കടലയാണെങ്കിൽ വേവിക്കാം. നമുക്ക് വേറെ വേവിച്ചിട്ട് കടലയും കൂടെ എടുക്കാം. കടല ഇതിൻ്റെ കൂടെ ഇടുമ്പോൾ മത്തങ്ങ ഒരുപാട് അങ്ങ് വെന്ത് പോവും. അതുകൊണ്ട് കടല നമ്മൾ വേറെ കുക്കറി വേവിച്ചിട്ട് കടല മാത്രം നോക്കിയെടുക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാം. കൂട്ടുകറിക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് തേങ്ങ ചേർക്കുക. ഞാനിവിടെ ഒരു പീസ് മുറിച്ചെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ നല്ലപോലെ ചേർത്തെങ്കിലേ കൂട്ടുകറിക്ക് ഒരു രുചി വരത്തുള്ളൂ. ഒരു മുറി തേങ്ങ ഞാൻ അരയ്ക്കാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ ഇതിൻ്റെ വറവയ്ക്ക് വേണം. നമ്മൾ കൂട്ടുകറിയുടെ രുചി എന്ന് പറയുന്നത് തേങ്ങ വറുത്തിടുന്നതിനകത്താണ്. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചുകൊണ്ട് വരാം. ഇതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് വിചാരിച്ച് മഞ്ഞൾ, ജീരകം, മുളക്, പിന്നെ വെളുത്തുള്ളിയാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അരിപ്പും കടലയും മത്തങ്ങ എല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്ത് കുക്കറി വെച്ചിട്ടുണ്ട്. ഒരു വിസിൽ മതി, പെട്ടെന്ന് വേവുന്നതാണ്. കടല നമ്മൾ വേറെ വേവിച്ചെടുക്കുന്നുണ്ട്. ഒറ്റ വിസിലിനകത്ത് നമ്മുടെ കറി സൂപ്പറായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിനി ഇതിനെ അടുത്തത് ഇതൊന്ന് അടുപ്പേ വെക്കാം. അടുപ്പേ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറക്കാം. വറവയ്ക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ എല്ലാം വറുത്തെടുക്കുകയാണ്. കടുക് പൊട്ടിച്ചതിന് ശേഷം ആ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് തന്നെ നമ്മൾ തേങ്ങ വറുക്കുക. ഒരുപാട് മൂത്ത് പോകരുത്. ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഏകദേശം എല്ലാം ചുവപ്പ് കളറായിട്ടുണ്ട്. ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടുന്നത്. നമ്മുടെ മത്തങ്ങ എല്ലാം വെന്ത് ആവിയെല്ലാം പോയി മാറ്റിയെടുത്തിട്ടുണ്ട്. ഉണ്ടല്ലേ, നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് വറവ് ഇടുകയാണ്. ഈ കറിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ വറുത്തിടുന്നതിലാണ്. അപ്പോൾ വറുത്തിടാൻ കുറച്ച് തേങ്ങ നമ്മൾ എടുക്കുമ്പോൾ മാറ്റി വെക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുക. ഒട്ടും വെള്ളമയമില്ല. നമ്മളിങ്ങനെ വേണം ഇരിക്കാൻ. വെള്ളം ചേർക്കുകയേ ചെയ്യരുത്. അരപ്പ് കലക്കി ഒഴിച്ചാൽ മാത്രം മതി. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. വെള്ളം ചേർത്താൽ ഒരുപാട് വെള്ളമായിപ്പോവും. ഇതാകുമ്പം കൂട്ടുകറി ആകുമ്പം നമ്മളിങ്ങനെ ഇതാണ് അതിൻ്റെ അവസ്ഥ. അപ്പോൾ ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് തന്നെ ഒഴിച്ചു കൂട്ടാൻ വേറെ ആവശ്യമില്ല. ഇത് പരത്തി കഴിച്ചു കഴിഞ്ഞാൽ വേറെ കറിയുടെ ഒന്നും ഒരു ആവശ്യമില്ല. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് കടല മാത്രമേ പ്രത്യേകിച്ച് കാണാനുള്ളൂ. മത്തങ്ങ എല്ലാം നല്ലപോലെ ഉടഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറത്തോട്ട് നമ്മൾ ഇച്ചിരി കൂടെ ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് വറുത്ത തേങ്ങ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മത്തങ്ങയും കടലയും കൊണ്ടുള്ള കൂട്ടുകറിയാണ്. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ കൂട്ടുകറി കഴിക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ബെല്ലൈക്കണിനോട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസും കിട്ടുന്നതായിരിക്കും. വെറൈറ്റി വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് തരിക. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ. ഒരു മണം കണ്ടില്ലേ? ഇത് ചോറിലോട്ട് ഒഴിച്ച് നമ്മളങ്ങോട്ട് പരത്തി കഴിക്കുമ്പോൾ എന്തോ ഒരു ടേസ്റ്റാണെന്നറിയാമോ? ഇത് നമുക്ക് ചപ്പാത്തിയുടെയും പൂരിയുടെയും പുട്ടിൻ്റെ എല്ലാം കൂടെ കഴിക്കാം. ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാം. എല്ലാത്തിനും നല്ല ടേസ്റ്റാണ്. ചോറിന് മാത്രമല്ല, കഞ്ഞിക്ക് കൂട്ടാനായിട്ടും കഴിക്കാം.